എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ചില സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇതും കൂടി പറയുകയാണ്. 2 സഹോദരിമാരുണ്ട്, അവരുടെ കാര്യമാണ് പറയുന്നത്. അവർ 2 പേരും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റോറീസ് ഒരു വീഡിയോ ആക്കിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവരതിന് സമ്മതം പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ വെളിപ്പെടുത്തില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതിന് ശേഷം അവരെന്നോട് പറഞ്ഞ കഥ, അവരുടെ അച്ഛൻ നേരത്തെ ചെറുപ്പത്തിലേ മരിച്ചുപോയി, അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2 പെൺകുട്ടികളും ലക്ഷറീസായ ലൈഫിനോട് അവർക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു. നല്ല കോസ്റ്റ്യൂംസ് ഇടുക, നല്ല രീതിയിൽ ഡ്രസ്സിങ് ചെയ്യുക, നല്ല നല്ല ഫുഡ് കഴിക്കുക, നല്ല ബെഡ്റൂം നല്ല രീതിയിൽ അലങ്കരിക്കുക. അങ്ങനെ ഒരു ലക്ഷറീസ് ലൈഫാണ് അവർ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചു പോകുന്നത്. എന്നാൽ അവർ നല്ല വിദ്യാഭ്യാസം നേടുകയും ചെയ്തു. പോകെ പോകെ അവർ വലുതായി വന്നപ്പോൾ അമ്മ പറയുന്നതൊന്നും തന്നെ അവർ കേൾക്കാണ്ടായി. അവരുടെ റിലേറ്റീവ്സ് പറയുന്നതോ അമ്മ പറയുന്നതോ സമൂഹത്തിലെ ആളുകൾ പറയുന്നതോ ഒന്നും തന്നെ അവർ കേൾക്കാണ്ടായി. മറ്റുള്ള ആളുകളെ പരിചയപ്പെടുകയും പുരുഷന്മാരെ പരിചയപ്പെടുകയും അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കാരണം ഇവർക്ക് മണിയാണ് വേണ്ടത്. കാരണം ഇവരുടെ ലൈഫ് ലക്ഷറീസ് ആക്കണമെങ്കിൽ ഇവർക്ക് പണം അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സമയത്ത് ഇവരെ മറ്റുള്ള പുരുഷന്മാരെ ഇവരിലേക്ക് ആകർഷിക്കുകയും കുറച്ചുനാൾ അവരുടെ കൂടെ ചുറ്റിക്കറങ്ങുകയും പിന്നെ അവരെ ഉപേക്ഷിക്കുകയും അടുത്ത മേച്ചിൽപ്പുറം തേടിപ്പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവർ 2 പേരും നല്ല സുന്ദരികളാണ്, നല്ല ഭംഗിയുള്ള പെൺകുട്ടികളാണ്. ഇവർ നല്ല രീതിയിൽ ഇവരെ കണ്ടാൽ നമുക്ക് തന്നെ ഒരു ആകർഷകം തോന്നും. അതിനോടൊപ്പം തന്നെ ഇവർ നല്ല രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ സ്പോണ്ടേനിയസ് ചെയ്ത് അട്രാക്ട് ചെയ്ത് അവരുടെ അടുത്തേക്ക് നിർത്താനും ഇവർക്ക് നല്ല കഴിവായിരുന്നു. പക്ഷെ പോകെ പോകെ ഇവർക്ക് ജീവിത സാഹചര്യങ്ങൾ മാറി വന്നു. സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തി. സമൂഹം ഒറ്റപ്പെടുത്തിയോടുകൂടി ഇവർ ഡിപ്രഷനിലേക്ക് തിരികുകയും ചെയ്തു. 2 പേരുടെയും വിവാഹം നടന്നില്ല. കാരണം അവരെല്ലാവരും അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതോടുകൂടി ഇവർക്ക് ഒരു പുരുഷൻ ഇവരെ സ്വീകരിക്കാതിരിക്കുകയും ഇവരുടെ കൂടെ ജീവിക്കാനായിട്ട് മടി കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നന്ന് അവർ ലക്ഷറീസായ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയായി കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മ പതുക്കെ പതുക്കെ ഇവരിൽ നിന്ന് അകന്നു തുടങ്ങി. അവരൊരു വൃദ്ധസദനത്തിലേക്ക് മാറി. ഇവരിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള കോണ്ടാക്റ്റ് വിട്ടുകളഞ്ഞു. അവസാനം ഇവരൊരു റെന്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർ വീടെടുത്ത് 2 പേര് റെന്റിന് താമസിച്ചു. വീണ്ടും പഴയതുപോലെ അവർ ജീവിച്ചു തുടങ്ങി. പക്ഷേ ഇവർ സമൂഹത്തിൽ വളരെയധികം ഒറ്റപ്പെട്ടു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടതോടുകൂടിയാണ് ഇവരുടെ സൊസൈറ്റിയെ പറ്റി മനസ്സിലാക്കാനും റിലേറ്റീവ്സിനെ പറ്റി മനസ്സിലാക്കാനും അവരുടെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുകയും ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇവരെ പതിയെ പതിയെ ആളുകൾ ഒറ്റപ്പെടുത്തിയതുകൊണ്ട് ഇവർ വേറൊരു മനസ്സിവിടെ ഫ്ലോപ്പായി പോവുകയും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറയുകയും അത് അവസാനം വഴക്കിൽ ചെന്ന് കലഹിക്കുകയും 2 പേരും വഴക്കിട്ട് മാറുകയും 2 പേരും 2 സ്ഥലത്തേക്ക് താമസിക്കാൻ പോവുകയും ചെയ്തു. അവസാനം 2 പേരും ഡിപ്രഷൻ മൂഡിലാവുകയും ആണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്തത്. ആ സമയത്താണ് അവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം ചെറുപ്പം മുതലുള്ള അവരുടെ കൺട്രോൾ ഇല്ലാത്ത ജീവിതമാണ് അവരെ അതിലേക്ക് നയിച്ചതെന്നുള്ളത്. ഇവർക്ക് സ്പിരിച്വൽ അവയർനെസ്സോ അതോടൊപ്പം നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ചിന്താഗതിയോ ഒന്നും ഉണ്ടായില്ല. എങ്ങനെ സമ്പാദിക്കുക, എങ്ങനെ ജീവിക്കാം, ഇത് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരുമായിട്ട് ഡീപ്പായി സംസാരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അവസാനം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും അവർ 2 പേരെയും ഞാൻ ഒന്നിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. 2 പേരും ഒന്നിച്ചു. ഇപ്പോൾ 2 പേരും ഒരു ബിസിനസ് നടത്തുകയാണ്. ഇവരെ ഒന്നിപ്പിക്കാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. ഇപ്പോൾ വിവാഹം എന്നുള്ളതിനെ പറ്റി അവരിതുവരെ ചിന്തിച്ചിട്ടില്ല, അതേപറ്റി ചിന്തിക്കുന്നില്ല. പകരം അവർ ജീവിക്കാനുള്ള മണി ഏൺ ചെയ്യുകയാണ്. അതോടുകൂടി വൃദ്ധസദനത്തിൽ ഞാൻ ഇവരുടെ കൂടെ പോവുകയും അവരെ അമ്മയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അവരും അമ്മയും കൂടി ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങളും ജീവിക്കുക. പെൺകുട്ടികളായാൽ കൺട്രോളില്ലാത്ത ജീവിതം നമ്മൾ ഒരിക്കലും വെക്കരുത്. കൺട്രോളില്ലാത്ത ജീവിതത്തിലൂടെയാണ് നമ്മളുടെ ജീവിതം നശിച്ചു പോകുന്നത്. നമ്മളെപ്പോഴും ചെറുപ്പം മുതൽ ഈശ്വര വിശ്വാസികളായിരിക്കണം. ഗോഡ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹത്തിന് നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. നിരക്കാത്തതാണെങ്കിൽ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളതാണ്. കാരണം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ വിലപിച്ചിട്ട് യാതൊരു കാര്യമില്ല.